Covalent bond. What is actually covalent bond? Covalent bond is the bond formed between atoms by sharing of electrons. ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് ആണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ടേക്ക് ദ കേസ് ഓഫ് ആറ്റം 1 ആൻഡ് ആറ്റം 2. ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ ഇലക്ട്രോൺസിന് നമുക്ക് എപ്പോഴും വാലൻസി വരേണ്ടത് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. ഇവിടെ നോക്കിക്കുക 1 2 3 4 5 6 7 ഓൺലി 7 ഇലക്ട്രോൺസ് ആർ there. സോ എന്ത് ചെയ്യും, ഇവരെപ്പോഴും ഇവരുടെ ബാലൻസ് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യും. So the most suitable method to fill their valency or attain stability, they can share their electrons with neighboring atom. So ഇവിടെ A B ആയിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു. സോ ദാറ്റ് ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു മോളിക്യൂൾ കിട്ടും, കോവാലന്റ് മോളിക്യൂൾ കിട്ടും. Now let's count 1 2 3 4 5 6 7 8. ഇതിൽ നമ്മൾ A എന്ന് പറയുന്ന ഈ ആറ്റം അത് 8 ഇലക്ട്രോൺസ് അത് കംപ്ലീറ്റ് ചെയ്തു, അറ്റൈൻ ചെയ്തു. അതുപോലെ തന്നെ ബിയും 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്തു. സോ ദിസ് ഈസ് ആക്ച്വലി ദ കോവാലന്റ് ബോണ്ട്, ദാറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ആറ്റംസ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. സിംഗിൾ കോവാലന്റ് ബോണ്ട്. സിംഗിൾ കോവാലന്റ് ബോണ്ട് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് തന്നെ കാണാം. എന്താ അതിൻ്റെ പ്രത്യേകത? ഒരു ഇലക്ട്രോൺ മാത്രമേ ഇവിടെ ഷെയർ ആവുന്നുള്ളൂ. ഓക്കെ, സോ ഓൺലി വൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ യൂഷ്വലി ഈ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോഴേക്കും അതെപ്പോഴും സിഗ്മ ബോണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ കേസ് ഓഫ് ഹൈഡ്രജൻ. Now the next type is double covalent bond. Double covalent bond means here two pairs of electrons are shared. Okay, so take the case of oxygen. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എടുക്കുക. നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അവിടെ? ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 ഇലക്ട്രോൺസേ ഉള്ളൂ. പക്ഷേ അത് അടുത്ത ഒരു ഓക്സിജൻ ആയിട്ടോട്ട് ഷെയർ ചെയ്തിട്ട് അപ്പോൾ എന്തായി, 2 ഇലക്ട്രോൺസ് കൂടി അവർ ഷെയർ ചെയ്യുമല്ലേ. സോ അവർക്ക് അവിടെ 8 ഇലക്ട്രോൺസ് അവിടെ അവർ ഓക്യുപ്പൈ ചെയ്തു. സോ ദാറ്റ് ആ മോളിക്യൂൾ അതൊരു സ്റ്റേബിൾ മോളിക്യൂളായിട്ട് ഫോം ചെയ്തു. So that is the double covalent bond, and in double covalent bond we can see one sigma and one pi bond. Now coming to the last type, that is the triple covalent bond. ഇതിപ്പോൾ ക്ലിയർ ആയി പറഞ്ഞ പോലെ. അപ്പോൾ ട്രിപ്പിൾ എന്തായിരിക്കും? നമുക്ക് 3 ഇലക്ട്രോൺസ് ഷെയർഡ് ആവും. ടേക്ക് ദ കേസ് ഓഫ് നൈട്രജൻ. ഇൻ നൈട്രജൻ ആറ്റം ഇതിനകത്ത് നമുക്ക് കാണാം there are only 5 electrons. So in order to attain its stability or in order to form an octant, it share this 3 electrons with a neighboring nitrogen atom. So what happens? Just count 1 2 3 4 5 6 7 8 ആയി. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 3 ആറ്റം വെച്ചിട്ട് 3 ഇലക്ട്രോൺസ് വെച്ചിട്ട് ഷെയർ ചെയ്തപ്പോൾ എന്ത് പറ്റി? അവർക്ക് ഫൈനലി അവർക്ക് 8 ഇലക്ട്രോൺസ് കിട്ടി. സോ ദേ ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് ദേ ആർ ബിക്കം സ്റ്റേബിൾ. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് ഈ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടിൽ യൂഷ്വലി നമ്മൾ കാണുന്നത് 1 sigma and 2 pi bonds. I hope it is clear. Thank you.